നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായം ഈഴവരുടേതാണ്. ഈഴവ സമുദായം കേരളീയ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന സംഭാവന വിവരണാതീതമാണ്. ആ സമുദായത്തിൽ ജനിച്ച് വിശ്വഗുരുവായി മാറിയ ശ്രീനാരായണ ഗുരു മാത്രം മതി കേരളത്തിന് അഭിമാനിക്കാൻ. നിർഭാഗ്യവശാൽ ഗുരുദർശനം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ട ചുമതലയുള്ള SNDPയുടെ തലപ്പത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഗുരുവുമായി ഒരു ബന്ധവുമില്ലാത്ത ഗുരുദർശനത്തെ പരിഹസിക്കുന്ന ഒരു കള്ള് കച്ചവടക്കാരൻ കയറിയിരിക്കുകയാണ്. SNDP എന്ന പ്രസ്ഥാനവും ഈഴവ സമുദായവും മാത്രമല്ല, വിശ്വഗുരുവായ ഗുരുദേവനും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളാപ്പള്ളി നടേശൻ എന്ന ഗുരുദേവ ദർശനത്തോട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരാൾ ആ പ്രസ്ഥാനം ഭരിക്കുന്നു എന്നതാണ്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക, അതിന് ആരുടെ കൂടെ വേണമെങ്കിലും കൂടുക, എന്തുതരം വർഗീയതയും നുണയും പറയുക, അതിനൊക്കെ ഉതകുന്ന തരത്തിൽ സമുദായത്തെ രാഷ്ട്രീയ പിൻബലമുള്ളതാക്കി മാറ്റുക എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ രീതി. പ്രായമേറെയായിട്ടും ഗുരുതരമായ രോഗം ബാധിച്ച് പലതവണ ആശുപത്രിയിലായിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഈ കുത്തിത്തിരിപ്പും വർഗീയതയും പറയുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഗുരുദേവന്റെ മഹാദർശനത്തിന്റെ പിന്തുടർച്ചക്കാരായ ശിവഗിരി മഠം കുറച്ചു കാലത്തേക്ക് വെള്ളാപ്പള്ളി നടേശനെ അവിടെ കയറ്റുമായിരുന്നില്ല. പിന്നീട് SNDP ജനറൽ സെക്രട്ടറി എന്തിനകറ്റി നിർത്തുന്നു എന്ന ചോദ്യം സന്യാസിമാർ പരസ്പരം ചോദിച്ചതോടെ വെള്ളാപ്പള്ളിയെ അവിടെ പ്രവേശിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ വെള്ളാപ്പള്ളി പൂർണ്ണ തൃപ്തനല്ല. SN ട്രസ്റ്റിൻ്റെയും SNDPയുടെയും സാമ്പത്തികാധികാരം മുഴുവൻ തൻ്റെ കൈവശമുള്ളതുപോലെ ശിവഗിരിയുടെ സാമ്പത്തികാധികാരവും തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം ഈ അതൃപ്തി. ശിവഗിരി തീർത്ഥാടന സമയത്ത് എത്തുന്ന വെള്ളാപ്പള്ളി എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുമായി മടങ്ങാറുള്ളൂ. ഇന്നലെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുത്ത വെള്ളാപ്പള്ളി തികഞ്ഞ അതൃപ്തനായിരുന്നു. സ്വാഗത പ്രസംഗകരും മഠം പ്രസിഡന്റും കർണാടക കേരള മുഖ്യമന്ത്രിമാരും അടക്കമുള്ള പ്രധാനികളൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 2-3 മണിക്കൂർ പോയി കിട്ടി. അത്രയും നേരം അവിടെ ഇരിക്കേണ്ടി വന്ന അസ്വസ്ഥത വെള്ളാപ്പള്ളി മറച്ചു വെച്ചില്ല. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി പുറത്തേക്ക് പോയപ്പോൾ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ചുറ്റിനും കൂടി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുൻപിൽ വെള്ളാപ്പള്ളിക്ക് കിളി പറന്നു. ആദ്യമായി റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയോടെ കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ബഹുമാനവും ഇഷ്ടവും തോന്നിയ ഒരു സീൻ അവിടെ സംഭവിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പറയുന്ന മലപ്പുറത്തെ അവഗണനയെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. അതിലെന്താണ് വർഗീയത? താൻ പറഞ്ഞത് ശരിയല്ലേ? മലപ്പുറത്തും കാസർഗോഡും വയനാടും SNDP യോഗത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നേരത്തെയുള്ള ആ നുണയ്ക്ക് അടിവരയിടുന്നു. അപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിലെ ചോദ്യം, എന്താ അവിടെ സ്ഥലം വാങ്ങാൻ പറ്റുന്നില്ലേ? ഉത്തരം, സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെന്താണ് പ്രശ്നം? അനുമതി കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല. ആരാണ് അനുമതി നൽകേണ്ടത്? സർക്കാരാണ്. പിണറായി അല്ലേ കഴിഞ്ഞ 9 വർഷം ഭരിക്കുന്നത്? ഇത്രയും ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയ വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിത്തെറിച്ചു. ചുണ്ടൊക്കെ വക്രീകരിച്ച് ഇപ്പോൾ കൈകാര്യം ചെയ്യും എന്ന രീതിയിലേക്ക് മാറുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് തട്ടിമാറ്റുന്നു. ശുഭിതനായി ഇറങ്ങിപ്പോവുകയാണ്. സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. താൻ കുറെ നാളായി തുടങ്ങിയിട്ട്. വെള്ളാപ്പള്ളിയുടെ കിളി പറഞ്ഞതോടെ കേന്ദ്ര സർക്കാർ കോടികൾ മുടക്കി ചുറ്റിനും വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സജീവമായി. അദ്ദേഹത്തെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വെള്ളാപ്പള്ളിയുടെ കലിപ്പ് അപ്പോഴും തീർന്നിരുന്നില്ല. CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച് അധിക്ഷേപിച്ചാണ് വെള്ളാപ്പള്ളി മടങ്ങിയത്. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? അതിന് ഒന്നിച്ച് നിന്നവർ ഇതുവരെ 10 കൊല്ലം സുഖിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവ് തോന്നുന്നതാ? മാന്യമല്ല, മര്യാദയല്ല. വീണു എന്ന് പറഞ്ഞാൽ വീണു എന്ന് തന്നെയാണ് അർത്ഥം. തോറ്റു എന്ന് പറഞ്ഞാൽ തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം എന്ന് CPI കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ CPM തയ്യാറല്ല. തോറ്റിട്ടില്ല, വോട്ട് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ എന്നൊക്കെ പറഞ്ഞ് CPM തടിതപ്പാൻ ശ്രമിക്കുമ്പോൾ തോൽവി ഉണ്ടായിട്ടുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്വം ഭരണവീഴ്ചയാണെന്ന് പറയുന്ന
CPIയോട്. അതിൻ്റെ ഉത്തരവാദിത്വം വെള്ളാപ്പള്ളിയെ ചേർന്ന് പിടിക്കുന്നതാണ് എന്ന് പറയുന്നവരെ പിന്തുണയ്ക്കുന്ന CPIയോട് വെള്ളാപ്പള്ളി നടേശന് പിണക്കമുണ്ടാവും. താനെന്താ അയിത്തജാതിക്കാരനാണോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ഒരു ചോദ്യം. ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം. ഒരു പ്രശ്നക്കാരൻ കാണും ഈ കൂട്ടത്തിൽ ജനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു മുന്നോക്കക്കാരൻ കയറിയത് നിങ്ങൾക്ക് മിണ്ടുവായിരുന്നോ? ഒരു മുന്നോക്കക്കാരൻ ആ വണ്ടി കയറുമായിരുന്നു മിണ്ടുവായിരുന്നോ? ന്യൂനപക്ഷക്കാരൻ കയറുമായിരുന്നു മിണ്ടുവായിരുന്നോ? ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടി നിന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളിവിടെ എല്ലാം എന്നെ കൊല്ല ചെയ്തില്ലേ? ഈഴവ സമുദായ അംഗമായ പിണറായി വിജയനൊപ്പം ഈഴവ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ യാത്ര ചെയ്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയിത്തം മനസ്സിൽ വരണമെങ്കിൽ വെള്ളാപ്പള്ളി ഇപ്പോഴും അയിത്തബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നേതാവാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അത്തരമൊരു വിവരം കെട്ട ചോദ്യം അപ്പോൾ ഉന്നയിക്കുമോ? മാത്രമല്ല, വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് ചോദിച്ചതൊക്കെ വിഡ്ഢിത്തമാണ്. മലബാറിൽ SNDP സജീവമല്ലാതിരുന്നിട്ടും വെള്ളാപ്പള്ളി പറഞ്ഞ കാസർഗോഡും വയനാടും മലപ്പുറത്തുമൊക്കെ SNDP യോഗത്തിന് കോളേജുകളുണ്ട് എന്നതാണ് വാസ്തവം. ഇതൊന്നുമില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നെങ്കിൽ അതിനർത്ഥം വെള്ളാപ്പള്ളിക്ക് SNDPയുടെ സ്വത്ത് കാര്യങ്ങളെക്കുറിച്ച് പോലും നിശ്ചയമില്ലെന്നാണ്. കാസർഗോഡ് കാലിച്ചനടിൽ 2000 തുടങ്ങിയ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. കണ്ണൂർ SN കോളേജ് 1960 തുടങ്ങിയതാണ്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ 1997 തുടങ്ങിയ SNDPയുടെ കോളേജുണ്ട്. കൊയിലാണ്ടിയിൽ R ശങ്കറിന്റെ പേരിലാണ് കോളേജ് ഉള്ളത്. മലപ്പുറം പെരിന്തൽമണ്ണയിലും കോഴിക്കോട് മറ്റു പ്രദേശത്തുമൊക്കെ SNDPക്ക് കോളേജുണ്ട്. ഇല്ല എന്ന് പറയുന്നത് വ്യാജമായ അവകാശവാദമാണ്. മാത്രമല്ല, സർക്കാർ അനുമതി കൊടുക്കുന്നില്ലെങ്കിൽ ആ സർക്കാരിനെയാണ് തള്ളിപ്പറയേണ്ടത്, അല്ലാതെ മറ്റാരെങ്കിലുമല്ല. പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പിണറായി വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്ന വെള്ളാപ്പള്ളി എന്തൊക്കെ പുലഭ്യമാണ് വിളമ്പുന്നത് എന്ന് മാത്രം ആർക്കും അറിയില്ല. വാസ്തവത്തിൽ വെള്ളാപ്പള്ളി സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നേരെ മറിച്ച് പിണറായി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് എന്നതിന് തെളിവാണ് പറയുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി ഒന്നുമില്ലാത്തത്. എന്തായാലും ഉരുളക്കുപ്പേരി പോലെ ചോദ്യം വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കലി പിടിക്കുകയായിരുന്നു. പിണറായിയോടും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ധൈര്യമുള്ള മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ ഇത്തരം സീനുകൾ നമുക്ക് വേറെയും കാണാം. ആർക്കും ഒരു അലോസരവും ഉണ്ടാക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സുഖിപ്പീരി മാധ്യമപ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവസാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് വെള്ളാപ്പള്ളി നേരിട്ട പ്രതിസന്ധി. വെള്ളാപ്പള്ളിക്ക് കിട്ടേണ്ട പണിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. അശോക് കർത്ത ഇങ്ങനെ കുറിക്കുന്നു: മാപ്പറയാണെങ്കിലും വിവേകം കാണിച്ചാൽ അഭിനന്ദിക്കണം. 2025 ഡിസംബർ 30 ശിവഗിരിയിൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ബൈറ്റ് എടുക്കുമ്പോൾ അവർ മിന്നിച്ചു. റിപ്പോർട്ടർ ചാനലിന് പ്രത്യേക അഭിനന്ദനമുണ്ട്. തുടർ ചോദ്യം ചോദിച്ച് വെള്ളാപ്പള്ളിയെ വെട്ടിലാക്കിയതിനെ. മുഖ്യമന്ത്രി കാറിൽ കയറി അയ്യപ്പ സംഗമത്തിന് പോയതല്ലേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകാൻ കാരണം? അതായിരുന്നു മാപ്രകളുടെ ചൂണ്ട. സുഡാപ്പി വിധേയത്വം കൊണ്ട് അവർക്കത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. തിന്നുന്ന പെറോട്ടയ്ക്ക് നന്ദി വേണം. അതിൽ കയറി കുത്തിയതാണ് വെള്ളാപ്പള്ളിക്ക് പറ്റിയ അബദ്ധം. ഒഴിഞ്ഞു മാറാനോ മാപ്രകളെ പരിഹസിക്കാനുള്ള ബുദ്ധി അപ്പോൾ ഉദിച്ചില്ല. വെള്ളാപ്പള്ളിക്ക് വയസ്സായി, ദൈവാധീന കുറവുണ്ട്, പറഞ്ഞത് ബ്ലണ്ടറുമായി. തനിക്ക് എന്ത് അയിത്തമുണ്ടോ എന്നാണ് സാർ പൊട്ടിത്തെറിച്ചത്. എന്താണ് അർത്ഥം? അയിത്തം എന്നൊരു സവർണബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിളയ്ക്കുന്നുണ്ട്. ഒരുതരം മേൽക്കോയ്മ മനോഭാവം. അദ്ദേഹം അധ്യക്ഷനായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് കാണാനുമുണ്ട്. നമുക്ക് ജാതിയില്ല എന്നാണ് ഗുരു പറഞ്ഞത്. ഈഴവരാതി പിന്നോക്കക്കാരെ ഉൾപ്പെടുത്തി പുരോഗമിക്കണം എന്ന് ഉപദേശിച്ചു. ഫലത്തിൽ ഈഴവരാതികളെ ആദി കളഞ്ഞ് ഒരു സമുദായ സംഘടന മാത്രമായി. ഗുരുവിൻ്റെ വാക്ക് പാലിക്കാൻ പോലും പിന്നോക്കക്കാർക്ക് സൂചി കുത്താൻ ഇടം കൊടുത്തില്ല. R ശങ്കറും K കുമാരനുമൊക്കെ ആയിരുന്നു നടേശൻ സാറിൻ്റെ മുൻഗാമികൾ. അവരുടെ വായിൽ നിന്നൊന്നും ഇത്തരം വാക്കുകൾ വീണില്ല. വേറൊരാൾ ഗോപി വക്കീൽ SNDP സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ചാൽ പാരസ്പര്യത്തിൻ്റെ ശീതളിമ അനുഭവിക്കാം. ഗോപി സാറിൻ്റെ വായിൽ നിന്നും ഇതുപോലൊരു വാക്ക് വീഴില്ല. ഭാഷ ഉപയോഗിക്കുമ്പോൾ കാഥികൻ സാംബശിവനെയെങ്കിലും കേട്ടു പഠിക്കണം വെള്ളാപ്പള്ളി. ഒരു തരത്തിൽ CPMന് അർഹതപ്പെട്ടതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. CPIക്കാർ മേനി നടിക്കേണ്ട. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗത്തെ മുൻനിർത്തി ഒരു തൊഴിലിൻ്റെ പേര് ചിത്രീകരിച്ച് മുതലെടുത്തു. വേറെ ഏതു സമുദായത്തിന് ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്? സംസ്കൃത പണ്ഡിതന്മാരും വേദാന്തികളും വൈദ്യന്മാരും കൃഷിക്കാരും വ്യവസായികളും വ്യാപാരികളുമുള്ള ഒരു സമുദായമാണ് ഈഴവർ. പുരോഗമനത്തിൻ്റെ പേരിൽ അതെല്ലാം തകർത്തു. വെള്ളക്കോളർ പണിയാണ് മെച്ചമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ സാധ്യതയും സാഹചര്യവും ഒരുക്കിയെടുക്കാൻ തയ്യാറുള്ളവരിലേക്ക് സമുദായം തിരിയാൻ തുടങ്ങിയപ്പോഴാണ് പാർട്ടികൾക്ക് ബോധോദയമുണ്ടായത്, ചേർത്ത് പിടിക്കാൻ തോന്നുന്നത്. അത് കണ്ടപ്പോൾ 6 വരിപ്പാത ഇടിയുന്ന പോലെ മുസ്ലിം പിന്തുണ ഇടിഞ്ഞു വീഴാനും തുടങ്ങി. എന്തു ചെയ്യണം എന്നറിയാത്ത കൺഫ്യൂഷനിലാണ് ഇടതുകക്ഷികൾ. മലപ്പുറത്ത് സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ പരിഭവത്തിന് ഇടതുപക്ഷമല്ലേ 9 കൊല്ലമായി ഭരിക്കുന്ന മാപ്ര ചോദ്യത്തിന് മുമ്പിൽ നടേശൻ എന്ന കൊമ്പൻ ഇരുന്നു പോയി.
ഇടത് കക്ഷികൾ വെട്ടിലുമായി. യൂട്യൂബ് റിട്ടാസ് എന്നൊന്നും ചോദിച്ചാൽ ആ വാരിക്കുഴിയിൽ നിന്നും ഇടതിനോ നടേശൻ സാറിനോ കയറി പറ്റാൻ പറ്റത്തില്ല. വെള്ളാപ്പള്ളിയെ തള്ളി പറയണം.